ഇന്ന് നമുക്ക് ഒരു ടീനേജ് പെൺകുട്ടിയുടെ ജീവിത കഥ പറയുന്ന ടീനേജ് പ്രായത്തില് പെൺകുട്ടികളുടെ മനസ്സിൽ എന്തൊക്കെ കാര്യങ്ങൾ കടന്നു പോകും, അവരുടെ ജീവിതത്തിലേക്ക് വരുന്ന റിലേഷൻഷിപ്പുകൾ, അച്ഛനും അമ്മയും പറയുന്നതൊന്നും കേൾക്കാതെ അവർ പെരുമാറുന്നത്, അതൊക്കെ കണ്ട് അവരുടെ ജീവിതത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങളുടെയൊക്കെ കഥ പറയുന്ന ബാഡ് ഗേൾ എന്ന സിനിമയുടെ കഥ നോക്കിയാലോ? വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപ് വീഡിയോ കാണുന്ന കൂട്ടുകാർ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും വീഡിയോ ഒന്ന് ഹൈപ്പ് ചെയ്യാനും മറക്കരുതേ. കഥ തുടങ്ങുന്നത് കൗമാരപ്രായക്കാരിയെ രമ്യയുടെ സ്വപ്നം കാണിച്ചുകൊണ്ടാണ്. സ്വപ്നത്തിൽ അവൾക്ക് സ്വന്തമായൊരു വീട്, ആ വീട്ടിൽ അവൾക്ക് ഇഷ്ടമുള്ള പെയിന്റിംഗ് ഉണ്ട്, ഇഷ്ടമുള്ള ആൾക്കൊപ്പം അവൾ സന്തോഷമായിട്ട് ജീവിക്കുന്നതൊക്കെയായിരുന്നു സ്വപ്നം. സ്വപ്നം അവസാനിക്കുമ്പോൾ രമ്യയ്ക്ക് മുത്തശ്ശിയുടെ ടോർച്ചറാണ്. മുത്തശ്ശി അല്പം സ്ട്രിക്റ്റ് ആണ്. കുളിക്കാതെ കിച്ചണിൽ കയറാൻ പാടില്ല, പീരീഡ്സ് ആയി കഴിഞ്ഞാൽ മുത്തശ്ശിയെ തൊടാൻ പോലും പാടില്ല, അങ്ങനെ കുറെ റൂൾസ് ഉണ്ട്. അതെല്ലാം കഷ്ടപ്പെട്ട് ഫോളോ ചെയ്യുകയാണ് രമ്യ. എന്നാലും മുത്തശ്ശി അവൾ ഇടയ്ക്കൊക്കെ കളിപ്പിക്കാറുണ്ട്. രമ്യ ഒരുങ്ങി റെഡിയായി സ്കൂളിൽ പോകും. രമ്യയ്ക്കൊരു ഫ്രണ്ട്സ് ഗ്യാങ് തന്നെയുണ്ട്. മാത്രവുമല്ല, ക്ലാസ്സിലെ ഒരു പയ്യനെ അവൾക്ക് ഇഷ്ടമാണ്. പക്ഷേ ആ പയ്യന് രമ്യയുടെ ഫ്രണ്ടിനെയാണ് ഇഷ്ടം. അവൻ ആ പെൺകുട്ടിയെ പ്രപ്പോസ് ചെയ്യും. പക്ഷേ അവളാണെങ്കിൽ അത് റിജക്റ്റ് ചെയ്യുമ്പോഴോ അവന്റെ മനസ്സ് തകർന്നു പോകുമെങ്കിലും രമ്യ അവനെ കണ്ണും കൈയും കാണിച്ച് വളച്ചെടുക്കും. പിന്നീട് അവർ പ്രണയത്തിലാകുമ്പോൾ സ്കൂളിന്റെ പിറകിലൊക്കെ പോയി ആരും കാണാതെ കിസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു. രമ്യ അവനെ ആത്മാർത്ഥമായിട്ടാണ് പ്രണയിക്കുന്നത്. പക്ഷേ അവനാണെങ്കിലോ രമ്യയെ പറ്റി കൂട്ടുകാരടുത്ത് പോയി മോശമായിട്ടാണ് പറയുന്നതും. ആ കാര്യങ്ങളൊക്കെ രമ്യ അറിയുകയാണ്. അതോടുകൂടി അവൾക്ക് ആ പയ്യനോട് വല്ലാത്ത ദേഷ്യമാകുന്നു. രമ്യ ഈ കാര്യങ്ങളെല്ലാം തന്റെ കൂട്ടുകാരിയോട് മനസ്സ് തുറന്ന് സംസാരിക്കും. എന്നാൽ രമ്യ വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ആ കൂട്ടുകാരി ചെന്ന് ക്ലാസ്സിലുള്ള മറ്റു കുട്ടികളെ അറിയിച്ചു. അതോടുകൂടി രമ്യ എല്ലായിടത്തും നാണം കെട്ടുപോയി. അങ്ങനെ രമ്യ കൂട്ടുകാരുമായിട്ട് ചെറിയൊരു ഗ്യാപ്പ് ഇടുന്ന സമയമായിരുന്നു അവളുടെ ക്ലാസ്സിലേക്ക് നളൻ എന്നൊരു പയ്യൻ വരുന്നതും. എന്നാൽ ഈ നളൻ ക്ലാസ്സിലുള്ള മറ്റു പിള്ളേരോടൊന്നും അധികം മിണ്ടാതെ എപ്പോഴും സ്മാർട്ട് ഫോണും എടുത്ത് അതും കളിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് രമ്യ ശ്രദ്ധിക്കുന്നുണ്ട്. അതേ സമയം തന്നെയായിരുന്നു ടീച്ചർ ക്ലാസ്സിലേക്ക് വന്നത്. ടീച്ചർ മറ്റാരുമല്ല, രമ്യയുടെ അമ്മയാണ്. രമ്യയുടെ അമ്മ അതേ സ്കൂളിലെ ടീച്ചറാണ്. മാത്രവുമല്ല, മുത്തശ്ശിയെ പോലെ തന്നെ രമ്യയുടെ അമ്മയും സ്ട്രിക്റ്റ് ആണ്. ഓരോ കാര്യങ്ങളും അത് ചെയ്യരുത്, ഇത് ചെയ്യരുത് എന്നൊക്കെ രമ്യയോട് പറയും. രമ്യയും കഷ്ടപ്പെട്ടാണ് ഇതൊക്കെ ഫോളോ ചെയ്യുന്നതും. രമ്യയുടെ അമ്മയാണെങ്കിലോ നളന്റെ കയ്യിലിരുന്ന ഫോൺ പിടിച്ചു വാങ്ങിക്കൊണ്ട് പോയി. അതെല്ലാം രമ്യ കണ്ടുകൊണ്ട് നിൽക്കുകയാണല്ലോ. അമ്മ എവിടെയാണ് ഫോൺ കൊണ്ടുപോയി വെക്കുന്നെന്നുള്ള കാര്യം രമ്യക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഈ പയ്യനോട് ചെറിയൊരു ഫീലിങ്സ് ഉണ്ടായ രമ്യ ഫോൺ എവിടെയാണ് ഇരിക്കുന്നതെന്ന് കണ്ടുപിടിച്ച് അമ്മ അറിയാതെ അത് എടുത്തുകൊണ്ട് വന്ന് നളന്റെ ബാഗിൽ കൊണ്ടുവന്ന് വെക്കും. നളൻ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അങ്ങനെ രമ്യ വീട്ടിലെത്തിയ സമയം അവൾക്കൊരു മെസ്സേജ് വരും. നീയാണല്ലേ എന്റെ ഫോൺ എടുത്ത് എന്റെ ബാഗിൽ കൊണ്ടുവന്ന് വെച്ചത്, ഞാനത് കണ്ടിരുന്നു. ഒരുപാട് നന്ദി എന്നായിരുന്നു അവന്റെ മെസ്സേജ്. ആ മെസ്സേജ് കണ്ടതും രമ്യയ്ക്ക് ഒരുപാട് സന്തോഷമാകും. അവളും തിരിച്ച് റിപ്ലൈ കൊടുക്കും. അങ്ങനെ രണ്ടാളും ചാറ്റ് ചെയ്യുവാനായും തുടങ്ങി. പിന്നീട് ആ ചാറ്റിങ് ചെറിയൊരു പ്രണയത്തിലേക്ക് പോകും. പക്ഷേ ഈ കാര്യങ്ങളൊന്നും രമ്യ അവളുടെ ക്ലോസ് ഫ്രണ്ട്സിനോട് പോലും പറയുന്നില്ല. കാരണം ആദ്യത്തെ റിലേഷന്റെ കാര്യം കൂട്ടുകാരോടൊക്കെ പറഞ്ഞപ്പോഴോ കൂട്ടുകാരെല്ലാവരോടും പറഞ്ഞുകൊണ്ട് നടന്ന് രമ്യയ്ക്ക് ആകെ ചീത്തപ്പേരാണ് ക്ലാസ്സില്. അതുകൊണ്ട് തന്നെ ഈ റിലേഷൻഷിപ്പിന്റെ കാര്യം ആരും അറിയണ്ട എന്നും അത് രഹസ്യമാക്കി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാമെന്നും രണ്ടുപേരും തീരുമാനിച്ചു. ക്ലാസ്സിലിരിക്കുന്ന സമയം അവർ പരസ്പരം നോക്കുകയല്ലാതെ ഒന്ന് മിണ്ടുകയോ സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്യാറില്ല. മെസ്സേജ് അയക്കലാണ് പതിവ്. അങ്ങനെയാണ് അവരുടെ പ്രണയം അവർ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുന്നതും. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം സ്കൂളിൽ നിന്ന് ടൂർ പോവുകയാണ്. രമ്യ പേര് കൊടുക്കും. പക്ഷേ നളൻ പേര് കൊടുക്കില്ല. രമ്യയാണെങ്കിൽ അവന് മെസ്സേജ് അയക്കും. നീ എന്താ പേര് കൊടുക്കാത്തത്? ഞാൻ ടൂറിന് വരുന്നുണ്ടല്ലോ, അവിടെ വെച്ചെങ്കിലും നമുക്ക് മനസ്സ് തുറന്ന് സംസാരിക്കാമല്ലോ എന്നും രമ്യ പറയുന്നു. അങ്ങനെ രമ്യയുടെ നിർബന്ധത്തിന് വഴങ്ങി നളനും പേര് കൊടുക്കും. അങ്ങനെ സ്കൂളിൽ നിന്നും ടൂർ പോവുകയാണ്. ഒരു ഹിൽ സ്റ്റേഷനിലേക്കാണ് എല്ലാവരും എത്തിയിരിക്കുന്നത്. ഇത്രയും ദിവസം രണ്ടുപേരും ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പ് പോലെയായിരുന്നല്ലോ. ഈ ടൂറിന് വന്നിട്ടെങ്കിലും മനസ്സ് തുറന്ന് സംസാരിക്കാമെന്നും അവർ തീരുമാനിക്കുന്നു. അങ്ങനെ അന്നേ ദിവസം രാത്രി എല്ലാവരും ഉറങ്ങിയ സമയം. അതേസമയം നളൻ അവന്റെ റൂമിൽ നിന്നും പുറത്തേക്ക് ചാടുന്നു. രമ്യയുമുണ്ട്. രമ്യയും കൂട്ടി അവൻ നേരെ അവിടെ തന്നെയുള്ള കാടിനുള്ളിലേക്ക് പോകും. ആ കാടിനുള്ളില് പഴയൊരു ഇടിഞ്ഞു പൊളിഞ്ഞൊരു വീടുണ്ടായിരുന്നു. ആ വീടിനുള്ളിലേക്ക് രണ്ടുപേരും കടക്കും. എന്നിട്ടവർ കുറെ നേരം പ്രണയ നിമിഷങ്ങളൊക്കെ എൻജോയ് ചെയ്യുന്നു. എന്നിട്ടവർ അവരുടെ സ്വന്തം വീട് പോലെ തന്നെ ആ വീട്ടില് TV ഉള്ളതായിട്ടും അവർ കോഫി കുടിക്കുന്നതായിട്ടും ഒക്കെ ഇമാജിൻ ചെയ്ത് TV കണ്ട് സമയമൊക്കെ ചിലവഴിക്കുന്നു. പക്ഷേ രമ്യയുടെ കൂട്ടുകാരിൽ ചിലർക്ക് രമ്യയും നളനും തമ്മിൽ റിലേഷൻഷിപ്പിലാണോ എന്ന സംശയമൊക്കെ ഉണ്ടാവുകയാണ്. അവരത് കണ്ടെത്തുകയും ചെയ്യും. അങ്ങനെ ട്രിപ്പ് എല്ലാം കഴിഞ്ഞ് എല്ലാവരും പഴയതുപോലെ തന്നെ തിരികെ സ്കൂളിലേക്ക് വരുന്ന സമയം ആ സ്കൂളില് വേറെ കപ്പിൾസുമുണ്ട്.
അവർ രണ്ടുപേരും ആരും അറിയാതെ രഹസ്യമായിട്ട് കിസ് ചെയ്യാൻ പോകുന്ന ഒരു സ്ഥലമുണ്ട്. അവിടേക്ക് എന്നത്തെയും പോലെ അവർ കിസ് ചെയ്യുവാനായി പോകുന്നത് രമ്യയുടെ അമ്മ കാണുന്നു. പഠിക്കേണ്ട പ്രായത്തില് എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത് എന്ന് പറഞ്ഞ് പ്രിൻസിപ്പാളിന്റെ മുന്നിലാണെങ്കിൽ രമ്യയുടെ അമ്മ അവരെ കൊണ്ടുവന്ന് നിർത്തും. പ്രിൻസിപ്പാൾ ആണെങ്കിലോ ദേഷ്യം വന്നവർ ഒരുപാട് പറയുന്നുണ്ട്. ഇനി ഇവരെ ഇവിടെ പഠിപ്പിക്കണ്ട, ടി കൊടുത്ത് പറഞ്ഞു വിടുകയാ ചെയ്യേണ്ടതെന്നൊക്കെ രമ്യയുടെ അമ്മ പറയുമ്പോഴോ അത് കേട്ട് ആ കുട്ടിക്ക് ദേഷ്യം വരും. ആ കുട്ടി പറയുന്നത്, മാം എന്നെ പറയാനായിട്ട് മാമിന്റെ മോൾ അത്ര നല്ലതാണോ? ടൂറിന് വന്ന സമയത്ത് മാമിന്റെ മോള് ആ നളൻ എന്ന പയ്യനുമായിട്ട് എന്തൊക്കെ കാണിച്ചു കൂട്ടിയെന്ന് അറിയാമോ എന്ന് ചോദിച്ചുകൊണ്ട് രമ്യയും നളനും തമ്മിൽ നടന്ന കാര്യങ്ങളെല്ലാം ആ കുട്ടിയാണെങ്കിൽ പ്രിൻസിപ്പാളിന്റെ മുന്നിൽ വെച്ച് രമ്യയുടെ അമ്മയോട് പറയുന്നു. രമ്യയുടെ അമ്മയ്ക്കാണെങ്കിൽ എന്ത് ചെയ്യണമെന്ന് അറിയാത്ത അവസ്ഥയാണ്. ഇവർ രണ്ടുപേരും സ്കൂളിൽ അങ്ങനെ അധികം മിണ്ടാറില്ലെന്നും മൊബൈൽ ഫോൺ വഴിയാണ് ചാറ്റ് ചെയ്ത് പ്രണയിച്ചതെന്നും സ്കൂൾ മുഴുവൻ അറിഞ്ഞു. അതോടുകൂടി വീട്ടിലെത്തി രമ്യയുടെ ഫോൺ പരിശോധിച്ച് നോക്കിയ അമ്മയ്ക്ക് അതെല്ലാം സത്യമാണെന്ന് മനസ്സിലായി. ഇനി നീ മൊബൈലോ ടിവിയോ ഉപയോഗിക്കാൻ പാടില്ല, ഇനി നീ പഠിക്കുക മാത്രമേ ചെയ്യാവൂ, ആ പയ്യനുമായിട്ട് നീ മിണ്ടുന്ന കണ്ടാലെന്നൊക്കെ പറഞ്ഞ് രമ്യ അമ്മ ഒരുപാട് ഉപദ്രവിക്കും. പക്ഷെ രമ്യയ്ക്ക് വല്ലാതെ ദേഷ്യം വരികയാണ് ചെയ്യുന്നതും. ഒന്നാമത്തെ കാര്യം, അമ്മ നല്ല സ്ട്രിക്റ്റ് ആണ്. അമ്മയുടെ റൂൾസ് ഒക്കെ ഫോളോ ചെയ്താണ് രമ്യ പോകുന്നതും. എന്നാൽ ഇപ്പോൾ അവനോട് ഇനി മിണ്ടാൻ പോലും പാടില്ല എന്നൊക്കെ പറഞ്ഞത് കൊണ്ട് തന്നെ രമ്യക്ക് ഇനി അമ്മയോടൊപ്പം ജീവിക്കാൻ കഴിയില്ല, നമുക്ക് എങ്ങനെയെങ്കിലും ഒളിച്ചോടി പോകാമെന്നും നളനോട് പറയുന്നു. നളനും അത് സമ്മതിക്കുകയാണ്. പക്ഷേ ഈ കാര്യം രണ്ടുപേരുടെയും വീട്ടുകാരറിയും. രണ്ടുപേരെയും പുറത്തിറങ്ങാൻ പറ്റാത്ത വിധം രണ്ടുപേരെയും അടച്ചിടുന്നു. മാത്രവുമല്ല, രമ്യക്ക് വാങ്ങുകയാണ്. അങ്ങനെ രമ്യയെ പുതിയ സ്കൂളിൽ കൊണ്ടുവന്നാക്കുകയാണ്. സ്കൂളിൽ പോകുന്ന ആദ്യ ദിവസം അമ്മ അവളെ ഒരുപാട് ഉപദേശിക്കും. ദേ നോക്ക്, നീ ആദ്യം നന്നായിട്ട് പഠിക്കേ, നന്നായിട്ട് പഠിച്ച് ഒരു ജോലിയൊക്കെ വാങ്ങ്, ഫോറിൻ കൺട്രിയിലൊക്കെ പോയി നിനക്ക് സെറ്റിലാകാം, ആ സമയത്ത് നിനക്ക് നിന്റെ ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാം, അതുവരെ നീ നന്നായിട്ട് പഠിക്കേ, അല്ലാതെ നീ വേറെ ഒന്നിനെ കുറിച്ചും ചിന്തിക്കണ്ട എന്നും അമ്മ അവളെ ഉപദേശിക്കും. എന്നാൽ അത് കേട്ട് രമ്യ അമ്മയോട് ചോദിക്കുന്നത്, അല്ല, എന്നോട് ഇങ്ങനെയൊക്കെ പെരുമാറാൻ ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? എന്തിനാ എല്ലാവരും എന്നോട് ഇങ്ങനെ പെരുമാറുന്നത്? ഇത്രയും നാള് നിങ്ങളുടെ റൂൾസ് ഫോളോ ചെയ്താ ഞാൻ ജീവിച്ചത്. അതെനിക്ക് എത്രമാത്രം വീർപ്പുമുട്ടലാണെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല. പക്ഷേ ഇനി ഞാൻ നിങ്ങൾ പറയുന്നത് അനുസരിക്കില്ല. അഥവാ എന്നെ ആരെങ്കിലും അങ്ങനെ അനുസരിപ്പിക്കാൻ നോക്കിയാൽ ഞാൻ ഉറപ്പായും സൂയിസൈഡ് ചെയ്യും. മാത്രമല്ല, ഞാൻ ആ വീട്ടിൽ വന്ന് താമസിക്കത്തില്ല. ഞാൻ ഹോസ്റ്റലിൽ നിൽക്കുള്ളൂ എന്നും അമ്മയോട് അവൾ പറയുന്നു. അമ്മ എന്ത് ചെയ്യാനാ? അമ്മ ഒന്നും മിണ്ടാതെ കേട്ടുകൊണ്ടിരിക്കും. അങ്ങനെ രമ്യ സ്കൂളിലേക്ക് പോവുകയാണ്. അവൾ ആ സ്കൂളിൽ നന്നായിട്ട് പഠിച്ച് അവളുടെ ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസമൊക്കെ പൂർത്തിയാക്കി കോളേജിലേക്കും പോവുകയാണ്. എന്നാൽ കോളേജിലെത്തിയ രമ്യ സീനിയർ പയ്യനുമായി പ്രണയത്തിലാവുകയും ആരും അറിയാതെ അവന്റെ ഹോസ്റ്റലിൽ ചെന്നിട്ട് അവനുമായിട്ട് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. രമ്യയാണെങ്കിൽ അവനെ സിൻസിയർ ആയിട്ടാണ് പ്രണയിക്കുന്നതും. പക്ഷേ അവനാണെങ്കിലോ രമ്യ വെറും ടൈം പാസ് ആണ്. അതൊന്നും അവൾക്കറിയത്തില്ല. അവന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവൾ കൃത്യമായിട്ട് ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവനൊരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പുറത്തോട്ട് പോകുന്ന സമയം അവന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവളാണ് വാങ്ങിക്കൊടുക്കുന്നതും. അവന് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം രമ്യ വാങ്ങിക്കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അവന് തിരിച്ചത്ര സ്നേഹമൊന്നുമില്ല. അവൾ വാങ്ങിക്കൊടുത്ത കാര്യങ്ങളെല്ലാം ഫ്ലൈറ്റിൽ മിസ് ചെയ്തു എന്നും അവൻ കള്ളം പറയുകയാണ്. രമ്യയാണെങ്കിൽ അതൊന്നും അറിയാതെ അവനെ പ്രണയിക്കുകയും ചെയ്യും. അങ്ങനെ അവരുടെ ഗ്രാജുവേഷൻ ദിവസം എത്തി. ഗ്രാജുവേഷൻ ദിവസം അവന്റെ അച്ഛനും അമ്മയും കോളേജിൽ വന്നപ്പോൾ രമ്യ അവൻ കാര്യമായിട്ടൊന്നും പരിചയപ്പെടുത്തി കൊടുത്തില്ല. എന്നാൽ പരിചയപ്പെടുത്തിയതോ അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിന്റെ പേരും പറഞ്ഞാണ് പരിചയപ്പെടുത്തിയതും. രമ്യയ്ക്ക് അത് വല്ലാതെ ഫീൽ ചെയ്യും. എന്നാൽ രമ്യയുടെ അടുത്തേക്ക് എത്തിയ അവളുടെ കൂട്ടുകാരി ഞെട്ടിക്കുന്നൊരു കാര്യം അവളോട് പറയുന്നു. നീ എന്തിനാ അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത്? നീ സ്നേഹിക്കും പോലെ അവന് നിന്നോട് തിരിച്ച് പ്രണയമൊന്നുമില്ല. അവന് നിന്നെ കൂടാതെ ഹൈദരാബാദിൽ ഒരു പെൺകുട്ടിയുമായിട്ട് അവൻ റിലേഷൻഷിപ്പിലാണ് എന്നുള്ളൊരു ഞെട്ടിക്കുന്ന സത്യം കൂടി രമ്യയുടെ കൂട്ടുകാരി തുറന്നു പറയും. അത് കേട്ട രമ്യയാണെങ്കിലോ ദേഷ്യം വന്ന് സീനിയറിന്റെ അടുത്തെത്തിയിട്ട് അവന്റെ മുഖത്ത് നോക്കി ഇടിച്ചു കൊടുക്കുന്നു. നിനക്ക് എന്താ പറ്റിയെന്നൊക്കെ അവൻ ചോദിക്കുമ്പോൾ അവൾ ഈ ഹൈദരാബാദിലെ പെണ്ണിന്റെ കാര്യമൊക്കെ അവനോട് ചോദിക്കും. എന്നാൽ അവനതിന് മറുപടിയില്ലായിരുന്നു. അവനുമായിട്ട് ബ്രേക്കപ്പ് ആയതിൽ പിന്നെ രമ്യ നന്നായിട്ട് ആഹാരം കഴിക്കില്ല, എപ്പോഴും മദ്യപിച്ച് അവളൊരു വല്ലാത്തൊരു ജീവിതത്തിലേക്കാണ് പോകുന്നതും. അവളുടെ അച്ഛനും അമ്മയും ഇടയ്ക്കിടയ്ക്ക് അവളെ കാണാൻ വരുമെങ്കിലും അവർക്കൊപ്പം പോകുവാനോ ഒന്നും തന്നെ അവൾ കൂട്ടാക്കുന്നതേയില്ല. അതിനുശേഷം അവൾ ഓരോരുത്തരുമായിട്ട് ലിവിംഗ് റിലേഷൻഷിപ്പിലേക്ക് പോകുമെങ്കിലും ഒരുമിച്ച് ഒരാളോടൊപ്പം ഒരു വീട്ടിൽ താമസിക്കുന്ന സമയത്ത് പല പല പ്രശ്നങ്ങളും ഉണ്ടായി ആ ഒരു റിലേഷൻഷിപ്പും വർക്കൗട്ട് ആകാതെ ദേ ഇപ്പോൾ 32 വയസ്സായ രമ്യ സിംഗിളായിട്ട് തന്നെ ജീവിക്കുകയാണ്. രമ്യ ഇപ്പോൾ അവളുടെ കൂട്ടുകാരികൾക്കൊപ്പമാണ്. സിംഗിൾ ലൈഫ് അവൾക്ക് കുറച്ച് സമാധാനം കൊടുക്കുന്നെങ്കിലും അവൾക്ക് ചെറിയ വിഷമങ്ങളൊക്കെയുണ്ട്. എന്തെന്നാൽ അവളുടെ കൂട്ടുകാരികളായിട്ടുള്ള പിള്ളേരെല്ലാം വിവാഹം കഴിച്ചു പോകുന്നു, ചിലർ ഫോറിനിൽ സെറ്റിൽ ആകുന്നു. അതിലൊരു കൂട്ടുകാരിയാണെങ്കിൽ ഒരു വിദേശിയെ കല്യാണം കഴിച്ച് ഇപ്പോൾ അവൾ പ്രഗ്നന്റുമാണ്. മാത്രമല്ല, ഒരു കൂട്ടുകാരി പഠിച്ചു കഴിഞ്ഞതുകൊണ്ട് വിദേശത്ത് ജോലി കിട്ടി പോവുകയാണ്. എന്നിട്ട് പാർട്ടിയും നടക്കുന്നുണ്ട്.
പാർട്ടിയിൽ പങ്കെടുക്കുവാനായിട്ട് രമ്യയും എത്തിക്കുകയാണ്. രമ്യയുടെ ലൈഫാണെങ്കിൽ അവൾ വിചാരിക്കുന്നത് കണക്കൊന്നും പോകുന്നില്ലെങ്കിലും മറ്റുള്ളവരൊക്കെ സെറ്റിലാകുന്നത് കണ്ട് രമ്യക്ക് ചെറിയ സങ്കടമൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും അവൾ പുറമേ കാണിക്കില്ല. പാർട്ടി നടക്കുന്ന സമയം പെട്ടെന്ന് പവർ കട്ട് ഉണ്ടാകുന്നു. മാത്രമല്ല എല്ലാവർക്കും വെള്ളം വേണം. വെള്ളം വാങ്ങുവാനായിട്ട് രമ്യയാണ് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകുന്നതും. എന്നാൽ അവിടെ വെച്ച് അവൾ ഒരാളെ കാണുന്നു. അത് മറ്റാരുമല്ല, രമ്യയുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയിട്ടുള്ള നളനായിരുന്നു. നളൻ വിവാഹമൊക്കെ കഴിഞ്ഞ് അവനിപ്പോൾ ഒരു കുഞ്ഞുണ്ട്. അവനെ കണ്ടതും അവൾക്ക് ഒരുപാട് സന്തോഷമാകും. അവൻ വിവാഹമൊക്കെ കഴിച്ച് കുഞ്ഞുമായിട്ടൊക്കെ ജീവിക്കുന്നത് കണ്ട് അവൾക്ക് സന്തോഷം വരുന്നെങ്കിലും ചെറിയൊരു വിഷമവും അവളുടെ മനസ്സിലുണ്ട്. അവൾ ചോദിക്കുന്നുണ്ട്, ഇന്ന് ഞങ്ങളുടെ ഫ്ലാറ്റിൽ ഒരു പാർട്ടി നടക്കുകയാ, നീയും അതിൽ പങ്കെടുക്കാൻ വായെന്ന് പറഞ്ഞ് അവനെയും കൂട്ടിക്കൊണ്ട് പാർട്ടി നടക്കുന്ന സ്ഥലത്തേക്ക് പോകും. അവൾ പറയുന്നുണ്ട്, അന്ന് നമ്മുടെ പാരൻസ് നമ്മളെ പിരിക്കാതിരുന്നിരുന്നെങ്കിൽ, നമ്മൾ ഒരുമിച്ച് അവിടെ പഠിച്ചിരുന്നെങ്കിൽ, ഇപ്പോൾ ഇതുപോലെ നിന്റെ ഭാര്യയായി നിന്റെ കുഞ്ഞിന്റെ അമ്മയായി ഞാനും നിന്റെ കൂടെ ഉണ്ടായിരുന്നല്ലേ എന്നൊക്കെ അവളും ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, വിധി അങ്ങനെ ആയിപ്പോയില്ലേ. അതേസമയം തന്നെയായിരുന്നു നളന്റെ ഭാര്യ അവനെ ഫോൺ വിളിക്കുന്നതും. ഉടനെ തന്നെ നളൻ അവിടെ നിന്ന് പോവുകയും ഒക്കെ ചെയ്യും. അങ്ങനെ ഇരിക്കെ വർഷങ്ങൾക്ക് ശേഷം രമ്യയെ കാണുവാൻ വേണ്ടിയിട്ട് രമ്യയുടെ അമ്മ എത്തിയിരിക്കുകയാണ്. അവളും അമ്മയും തമ്മിൽ അധികം അറ്റാച്ച്മെന്റ് ഒന്നുമില്ല. ആ ഒരു പ്രശ്നത്തോടു കൂടി അമ്മയോട് അവൾക്ക് വലിയ സ്നേഹവുമില്ല. എന്നാൽ ഇപ്പോൾ അമ്മ അവളെ വർഷങ്ങൾക്ക് ശേഷം കാണുവാനായി എത്തിയിരിക്കുകയാണ്. പണ്ടത്തെ സ്കൂളിലെ കാര്യങ്ങളൊക്കെ അവൾ സങ്കടത്തോട് പറയുന്നതെല്ലാം കേൾക്കുന്ന അമ്മയ്ക്ക് അന്ന് അവരെ പിരിക്കാതിരുന്നിരുന്നുവെങ്കിൽ തന്റെ മകൾ ഇന്ന് സന്തോഷമായി ജീവിക്കുമായിരുന്നല്ലോ എന്നുള്ള ചിന്തയൊക്കെ വരുന്നുണ്ട്. രമ്യയാണെങ്കിൽ രണ്ട് പൂച്ചക്കുട്ടികളെ വളർത്തുന്നുണ്ട്. അതും സ്വന്തം മക്കളെ പോലെയാണ് വളർത്തുന്നതും. രമ്യയുടെ അമ്മ അറിയാതെ കതക് തുറന്നിട്ടപ്പോൾ രണ്ട് പൂച്ചക്കുട്ടികളും ഇറങ്ങി പുറത്തുപോയി. രമ്യക്കാണെങ്കിൽ വല്ലാതെ ദേഷ്യം വരുന്നു. നിങ്ങൾ അന്നും ഇങ്ങനെയായിരുന്നു, ഇന്നും ഇങ്ങനെയായിരുന്നു. നിങ്ങൾ അന്ന് എന്റെ ജീവിതത്തിൽ നിന്ന് ഓരോരുത്തരെ ഇറക്കി വിട്ടതുപോലെ തന്നെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച് വളർത്തുന്ന എന്റെ മക്കളെ പോലെ കാണുന്ന പൂച്ചക്കുട്ടികളെയും നിങ്ങൾ പുറത്തു കളഞ്ഞു എന്ന് പറഞ്ഞ് അമ്മയുടെ മേൽ ആ ഒരു കുറ്റം ആരോപിച്ച് രമ്യ അമ്മയെ ഒരുപാട് വഴക്ക് പറയും. അമ്മ സങ്കടപ്പെട്ട് അവിടെ നിന്നും ഇറങ്ങിപ്പോകും. എന്നാൽ രമ്യയാണെങ്കിൽ ആ പൂച്ചക്കുട്ടികളെ അന്വേഷിച്ച് വരുമ്പോഴോ ഒരു പൂച്ചക്കുട്ടിയെ മാത്രമേ കിട്ടുള്ളൂ. മറ്റേ ഒന്നിനെ കാണാനേയില്ല. രമ്യയ്ക്ക് അതിന്റെ നല്ല സങ്കടമുണ്ടായിരുന്നു. രമ്യ ഉടനെ തന്നെ തന്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനെ വിളിക്കും. അന്ന് സ്കൂളിൽ പഠിച്ചിരുന്ന സമയം മുതൽ ഇന്ന് വരെയും ആ ഒരു കൂട്ടുകാരിയുമായിട്ട് അവൾ നല്ലൊരു കണക്ഷൻ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നുണ്ട്. ആ കൂട്ടുകാരി ഇപ്പോൾ ഫോറിൻ കൺട്രിയിലാണ്. അവളോട് നടന്ന കാര്യങ്ങളൊക്കെ അവൾ പറയും. പൂച്ച കാണാതെ പോയപ്പോഴാണ് നീ അമ്മയെ ഇത്രയും വഴക്ക് പറഞ്ഞത്. അല്ല, നീ എന്നെങ്കിലും നിന്റെ അമ്മയെ നീ ഒന്ന് സ്നേഹിച്ചിട്ടുണ്ടോ? നീ അവരെ കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്ക്. അവർ നിന്നോട് അതിനു വേണ്ടിയിട്ട് എന്ത് തെറ്റാ ചെയ്തത്? നീ ഓരോരുത്തരുമായിട്ട് റിലേഷൻഷിപ്പിൽ ഏർപ്പെടുന്നു. നീ അവരെ എല്ലാവരെയും നന്നായിട്ട് സ്നേഹിക്കുന്നു. അവരോട് ലവ് യു ഒക്കെ പറയുന്നു. നീ എന്നെങ്കിലും നിന്റെ അമ്മയോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? നീ എന്നെങ്കിലും നിന്റെ അമ്മയെ സ്നേഹിച്ചിട്ടുണ്ടോ? അവർ നിന്റെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ അവരങ്ങനെയൊക്കെ ചെയ്തത് എന്നുള്ളതൊക്കെ പറഞ്ഞ് കൂട്ടുകാരി രമ്യ ഉപദേശിക്കും. കൂട്ടുകാരി പറയുന്നതെല്ലാം കേട്ടിട്ട് ശരിയാണല്ലോ എന്നൊരു തോന്നലുണ്ടാകുന്നു. നീ നിന്റെ അമ്മയോട് ഒന്ന് ലവ് യു പറയണമെന്നും കൂട്ടുകാരി പറയും. അങ്ങനെ അടുത്ത ദിവസം രമ്യ അമ്മയെ കാണുവാനായി പോവുകയാണ്. പോകുന്നത് വീട്ടിലേക്കല്ല, അവൾ പഠിച്ചിരുന്ന അതേ പഴയ സ്കൂളിലേക്ക്. അമ്മ റിട്ടയർ ആകുന്ന ദിവസമായിരുന്നു അന്ന്. അവിടെ ഫംഗ്ഷൻ നടക്കുകയാണ്. ആ ഫംഗ്ഷനിൽ പങ്കെടുക്കുവാനായിട്ട് രമ്യയും എത്തുന്നുണ്ട്. എന്നാൽ പിള്ളേരാണെങ്കിലോ വല്ലാത്ത ബഹളവും. ആരും ബഹളം വയ്ക്കാതെ ഇത് കേട്ടുകൊണ്ടിരിക്കുവാനായിട്ടും രമ്യ പറയും. അതിന് നിങ്ങൾ ആരാന്ന് പിള്ളേർ ചോദിക്കുമ്പോഴോ ആ നിൽക്കുന്നത് എന്റെ അമ്മയാ, എന്റെ അമ്മ ഇന്ന് റിട്ടയർ ആകുന്നതിന്റെ ഫംഗ്ഷനാ നടക്കുന്നതെന്നും രമ്യ പറയുന്നു. അത് കേട്ട പിള്ളേരാണെങ്കിലോ, ഓ, അപ്പോൾ നിങ്ങളാണല്ലേ ഓ ജി രമ്യ എന്ന് പറഞ്ഞ് കളിയാക്കി ചിരിക്കും. നിങ്ങൾ ഈ സ്കൂളിൽ നിന്ന് പോയതിനു ശേഷമാ ഈ സ്കൂളിൽ ഒരുപാട് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ വന്നത്. എല്ലാ വർഷവും പുതുതായിട്ട് സ്കൂളിൽ വരുന്ന സമയത്ത് നിങ്ങളുടെ കാര്യം ഇവിടെ ഓരോ ടീച്ചേഴ്സും പറയാറുണ്ട്. നിങ്ങളെപ്പോലെ ആകരുതെന്നൊക്കെ അവർ പറയും. നിങ്ങൾ കാരണമാണല്ലേ ഇത്രയും റൂൾസ് ഒക്കെ വന്നത് എന്നൊക്കെ പിള്ളേർ ചോദിക്കുന്നു. അതോടുകൂടി രമ്യ ആ സ്കൂളിൽ നല്ല ഫേമസ് ആയി എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലായി. അവളെ കാരണമാണ് ഈ സ്കൂളിൽ ഇത്രയും മാറ്റം വന്നതെന്നൊക്കെ മനസ്സിലാക്കി അവൾക്ക് വല്ലാതെ ദേഷ്യമൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് തിരിച്ച് അമ്മയോടൊപ്പം അവൾ ഓട്ടോയിൽ പോവുകയാണ്. എന്നാൽ ഓട്ടോയിൽ ഇരുന്നു കൊണ്ട് രമ്യ അവളുടെ അമ്മയെ കെട്ടിപ്പിടിക്കുകയും അമ്മയോട് ലവ് യു എന്ന് പറയുകയും ചെയ്യുന്നു. അത് കേട്ട് അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകും. കാര്യം ഒരിക്കലും തന്റെ മകളിൽ നിന്നും പ്രതീക്ഷിക്കാത്ത കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നതും. അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായി. രമ്യ തന്റെ അമ്മയെ നോക്കിക്കാണുന്നത് ഇത്രയും ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലിയിൽ നിന്നും പഠിച്ച് ജോലിയൊക്കെ വാങ്ങി കുടുംബത്തെ നന്നായിട്ട് നോക്കി. അങ്ങനെയുള്ള തന്റെ അമ്മ എപ്പോഴും തനിക്കൊരു റോൾ മോഡൽ ആയിരിക്കണം എന്നുള്ള ചിന്തയൊക്കെ രമ്യക്കുണ്ടാവുന്നു. അവൾ അവളുടെ അമ്മയെ അംഗീകരിക്കുകയാണ്. അന്നു മുതൽ രമ്യയാണെങ്കിലോ സന്തോഷത്തോടു കൂടി തന്റെ മനസ്സിനെ പറഞ്ഞുറപ്പിച്ച് നന്നായിട്ട് ഒറ്റയ്ക്ക് ജീവിക്കുവാനായും അവൾ തീരുമാനിക്കുന്നു.
രമ്യ അങ്ങനെ അവൾക്ക് താമസിക്കുവാൻ വേണ്ടിയിട്ട് പുതിയൊരു വീട് അന്വേഷിച്ച് പോവുകയാണ്. അങ്ങനെ അവൾ ആഗ്രഹിച്ചിരുന്നത് പോലെ തന്നെ അവൾക്കൊരു വീട് കിട്ടി. ആ വീട് അവൾ ആദ്യം സ്വപ്നം കണ്ട അതേ വീട് തന്നെയായിരുന്നു. ആ സ്വപ്നം കണ്ട അതേ വീട് അവൾക്ക് കിട്ടി. മാത്രവുമല്ല, അവളുടെ കയ്യിൽ നിന്നും അന്ന് നഷ്ടപ്പെട്ടു പോയ ആ ഒരു പൂച്ചക്കുട്ടിയില്ലേ, അതിനെയും അവൾക്ക് തിരിച്ചു കിട്ടി. അവൾ മക്കളെ പോലെ കാണുന്ന രണ്ട് പൂച്ചക്കുട്ടികളെയും കൊണ്ട് അവൾ ആഗ്രഹിച്ചതുപോലെ സ്വപ്നം കണ്ട ആ ഒരു വീട്ടിലേക്ക് അവൾ താമസിക്കുവാനായും കയറുന്നത് കാണിച്ച് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.